ശ്രീ ധർമ്മശാസ്ത്ര സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊടിയേറ്റ് സദ്യ നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊടിയേറ്റ് സദ്യ നടത്തി. ശരണമയ്യ ധർമ്മശാസ്താവേ, ശരണമയ്യപ്പ, ശരണമയ്യ അന്നദാന പ്രഭുവേ, ശരണമയ്യപ്പ, ശരണമയ്യ പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്താവേ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമിയേ, 25 വർഷക്കാലമായി ക്ഷേത്രത്തിൽ എല്ലാ ചടങ്ങുകളിലും ആചാരപരമായ കാര്യങ്ങളിലും 100 പേരടങ്ങിയ യുവാക്കളുടെ കൂട്ടായ്മ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. ക്ഷേത്രത്തിന്റെ വടക്കേ കളത്തട്ട് കേരള വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച് ഈ സംഘടന നൽകിയതാണ്. കൂടാതെ വിവിധ ചികിത്സാ സഹായങ്ങൾ, രക്തദാനം, പാവപ്പെട്ടവർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവ കഴിഞ്ഞ 25 വർഷക്കാലമായി സംഘടന നടത്തിവരുന്നു. പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊടിയേറ്റിന് സ്ഥിരമായി കഴിഞ്ഞ 4 നൂറ്റാണ്ടായി കൊടിയേറ്റ് സദ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ധർമ്മശാസ്ത്ര സേവാ സംഘം എന്ന് പറയുന്ന ഈ കാണുന്ന ചെറുപ്പക്കാരാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതുപോലെ സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്ന ഇവർ കൃത്യമായി നമ്മളുടെ ക്ഷേത്ര ഉത്സവത്തിന് തൊട്ടുമുമ്പ് ഇവിടെ എത്തുകയും ഈ ക്ഷേത്രത്തിലേക്ക് അർപ്പണ മനസ്സോടെ ഇതിനകത്ത് വളരെ എല്ലാം പല രീതിയിൽ പല വിഭാഗമായി ജോലി ചെയ്യുന്നവർ, ഉന്നത ശ്രേണിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും ധർമ്മശാസ്താവിൻ്റെ മുമ്പിൽ ഒരേ ഡ്രസ്സോടുകൂടി എത്തി ഈ കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ഇവിടെ ഈ കൊടിയേറ്റ് സദ്യ നടത്തുകയാണ്. ഇത് ആയിരക്കണക്കിന് പേരാണ് ഈ പരമ്പരാഗത രീതിയിലുള്ള മുഴുവൻ വിഭവങ്ങളോടുകൂടിയുള്ള ഈ സദ്യ കഴിക്കാൻ എത്തുന്നത്. തീർച്ചയായും ഈ ചെറുപ്പക്കാരുടെ ഈ സേവന മനസ്ഥിതിയെ പുല്ലുകുളങ്ങര ദേവസ്വം ഭരണസംഘം അഭിനന്ദിക്കുകയാണ്. അവരുടെ ഈ 25ാം വാർഷികത്തിൽ അവരെ ഇനിയും മുന്നോട്ടുള്ള കാലത്തും അവർക്കിത് തുടർന്നും ചെയ്യാൻ കഴിയട്ടെ എന്ന് ധർമ്മശാസ്ത്രനോട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ ഒരു അടയാളമായിട്ട് ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് വടക്കേ നടയിലെ കളത്തട്ടാണ്. വളരെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ ചെറുപ്പക്കാർ മാത്രമായി ചേർന്ന് ഒരു പൊതുപിരിവ് പോലും നടത്താതെ അവരാണ് ആ വടക്കേ കളത്തട്ട് പുനർനിർമ്മിച്ചത്. അതേ ചാരുതയോടും ശില്പഭംഗിയോടും കൂടി ആ കളത്തിട്ട് നിർമ്മിച്ച ഈ മുഴുവൻ പേരെയും ശ്രീധർമ്മശാസ്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് നല്ല നിലയിലാണ് ജീവിക്കുന്നത്. എങ്കിലും ഇനി അവരുടെ കുടുംബങ്ങൾക്കും ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് ക്ഷേത്ര ഭരണസംഘത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. സിൽവർ ജൂബിലി ആഘോഷവേളയിൽ സംഘടനയുടെ ചരിത്രം രേഖപ്പെടുത്തിയ സുവനീർ ഉടൻ പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ശ്രീധർമ്മശാസ്ത്ര സേവാ സംഘം എന്ന ഞങ്ങളുടെ പ്രസ്ഥാനം 1999 ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് അതിൻ്റെ വളർച്ചയിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ ഒരു കടാക്ഷം മാത്രമാണ്. കാരണം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ സംഘടന ഈ ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സർവോപരി നമ്മുടെ വടക്കേ കളത്തട്ട് ഉൾപ്പെടെയുള്ള ഇതിന് പൂർണ്ണമായ സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ട് പഴയ കളത്തട്ട് അതേ രീതിയിൽ കേരള വാസ്തുവിദ്യയിൽ പുനർനിർമ്മിക്കാനായിട്ട് നമ്മുടെ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഓരോ ചടങ്ങുകളിലും അതിൻ്റെ ക്ഷേത്രത്തിലെ എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ പ്രവർത്തകർ ഓരോന്നരും അത് അണിനിരക്കുകയും അത് വൻ വിജയമാക്കുകയും സഹകരിച്ചിട്ടുണ്ട്. അതുപോലൊപ്പം തന്നെയാണ് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യത്തിൽ ഈ സംഘടന രക്തദാനം ഉൾപ്പെടെ വിവിധ ആൾക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ അനശ്വരനായിട്ട് അനുഭവിക്കുന്നവർക്കുള്ള ചികിത്സാ സഹായം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. ഇന്ന് അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ സംഘടന ഇത്രയും വളർച്ചയെത്തിയിട്ടുള്ളത്. അത് ഭഗവാൻ ധർമ്മശാസ്താവിൻ്റെ ഒരു കടാക്ഷമുണ്ട് ഇവിടെ എത്തിച്ച്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന സത്സംഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരിലൊക്കെ തന്നെ ഇപ്പം ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വഴിമാറുന്നൊരവസരത്തിൽ ഞങ്ങൾ വീടുകൾ കേന്ദ്രീകരിച്ച് ഈ സംഘത്തിൽ ഉൾപ്പെട്ട എല്ലാവരും വീടുകളിൽ പോയി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരിരുന്നുകൊണ്ട് ഈ ഇതിനെതിരെയുള്ള ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള സംഘങ്ങൾ നടത്തി ഇതൊരു ക്ഷേത്ര ആരാധനയുടെയും അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെയും സംസ്കാരത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഭാഗമാക്കി മാറ്റാൻ ഈ സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വരും കാലത്തും അത് തുടരും എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ധർമ്മശാസ്താവിൻ്റെ എല്ലാ അനുഗ്രഹ കടാക്ഷങ്ങളും ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ സംഘടന തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടുള്ള കൊടിയേറ്റ് സദ്യ നമ്മൾ അന്ന് 25ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അന്നദാനം പ്രിയനായ ഭഗവാന് ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാട് അന്നദാനം. അത് മുടക്കം കൂടാതെ കൊടിയേറ്റ് ദിവസം നമുക്ക് നടത്താൻ ഇവിടുത്തെ ഭരണസമിതി അനുവാദം തരികയും അത് മുടക്കം കൂടാതെ അത് വളരെ ഭംഗിയായും
ആചാരപരമായി നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് ഭഗവാൻ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹ കടാക്ഷം മാത്രമാണ്. ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടനാ അംഗങ്ങളുടെ വീടുകളിൽ എല്ലാ മാസവും ഒരു ദിവസം സത്സംഗം എന്ന പേരിൽ കുടുംബ സംഗമം നടത്തുന്നുണ്ട്. കൊടിയേറ്റ് സദ്യയ്ക്ക് സംഘടനയുടെ പ്രസിഡന്റ് രാജേഷ് ജി, സെക്രട്ടറി പ്രവീൺ, ട്രഷറർ അനൂപ്, അയ്യപ്പദാസ്, മഹാദേവൻ, നിതിൻ എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.